കേരളത്തിൻ്റെ മനോഹരമായ പ്രഭാതങ്ങൾ ഇന്ന് മഞ്ഞുമൂടിയ ഒരു മലയോര ഗ്രാമത്തിന് സമാനമാണ്. പുലർച്ചെ 5 മണിക്ക് ജനാല തുറക്കുമ്പോൾ മുഖത്തടിക്കുന്നത് ഊട്ടിയെയോ മൂന്നാറിനെയോ ഓർമ്മിപ്പിക്കുന്ന വിധം കൊടും തണുപ്പാണ്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം സൂര്യൻ നട്ടുച്ചയ്ക്കെത്തുമ്പോൾ കഥയാകെ മാറുകയാണ്. മഞ്ഞുരുകി മായുന്നതിന് മുൻപേ അന്തരീക്ഷം ഒരു കല്ലെടുപ്പ് പോലെ ചൂടാകുന്നു. ഡിസംബർ മാസത്തിൻ്റെ പകുതിയോടെ ആരംഭിച്ച് ജനുവരിയിലേക്ക് നീളുന്ന ഈ അസ്വാഭാവിക കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ഓരോ മലയാളിയെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഈ പ്രതിഭാസം ഇന്ന് ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ ഇത്രയേറെ പ്രവചനാതീതമായി മാറുന്നത്? എന്താണ് ഈ താപനിലയിലെ വലിയ അന്തരം നമുക്ക് നൽകുന്ന സൂചന? സാധാരണഗതിയിൽ കേരളത്തിലെ ശൈത്യകാലം എന്നത് മിതമായ തണുപ്പും സുഖകരമായ വെയിലുമുള്ള ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രേഖപ്പെടുത്തിയ താപനില പരിശോധിച്ചാൽ അത് ഞെട്ടിക്കുന്നതാണ്. പുലർച്ചെ 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുന്ന താപനില ഉച്ചയാകുമ്പോഴേക്കും 35 ഡിഗ്രിക്ക് മുകളിലേക്ക് കുതിച്ചുയരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 15 ഡിഗ്രിയോളം വ്യത്യാസമാണ് അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്നത്. കോട്ടയത്തെ വടവാതൂരിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിലെ കണക്കുകൾ പ്രകാരം തുടർച്ചയായ ദിവസങ്ങളിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് ഈ ജില്ലയിലാണ്. പണ്ട് ഹിമാചലിലോ രാജസ്ഥാനിലോ മാത്രം കണ്ടിരുന്ന ഇത്തരം വലിയ താപനില മാറ്റങ്ങൾ ഇന്ന് പച്ചപ്പും കായലുകളും നിറഞ്ഞ കേരളത്തിലേക്കും പടർന്നിരിക്കുന്നു എന്നത് ഗൗരവകരമായ ഒരു മാറ്റമാണ്. ഈ പ്രതിഭാസത്തിന് പിന്നിലെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിച്ചാൽ പല ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണാം. പ്രകൃതിദത്തമായ കാരണങ്ങൾക്കൊപ്പം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വായുവിൻ്റെ ചലനം നിയന്ത്രിക്കപ്പെടുന്നത് ഈ വലിയ കുന്നുകളാണ്. പകൽ സമയത്ത് സൂര്യപ്രകാശമേറ്റ് ചൂടാകുന്ന വായു മലനിരകളുടെ പ്രത്യേകത കൊണ്ട് പുറത്തേക്ക് പോകാതെ തങ്ങി നിൽക്കുന്നു. ഇതിനെ താപദ്വീപ് പ്രഭാവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ വടക്കു നിന്നുള്ള വരണ്ട കാറ്റ് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിയ തോതിൽ കുറയുന്നു. ആകാശത്ത് മേഘങ്ങളില്ലാത്ത അവസ്ഥ കൂടി വരുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും പകൽ താപനില കുത്തനെ വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂര്യൻ അസ്തമിച്ചാലുടൻ മേഘാവരണമില്ലാത്ത ആകാശത്തിലൂടെ ഭൂമിയിലെ താപനില വേഗത്തിൽ ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇതാണ് ഈ പുലർച്ചെ അനുഭവപ്പെടുന്ന അതിശക്തമായ തണുപ്പിന് പ്രധാന കാരണം. കോട്ടയത്ത് പകൽ ചൂട് കടുക്കുമ്പോൾ കൊല്ലത്തെ കൊട്ടാരക്കര പോലെയുള്ള പ്രദേശങ്ങളിൽ അതിശൈത്യം എന്ന അവസ്ഥയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെ കേരളത്തിലെ ഊട്ടിയോട് ഉപമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നാട്ടുകാരിൽ ചിലർ. തെക്കൻ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഈ തണുപ്പിന് പിന്നിൽ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കൻ തീരങ്ങളിലും രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കടലിൽ നിന്നുള്ള ഈർപ്പവും കാറ്റും തണുത്ത പ്രവാഹങ്ങളും കരയിലേക്ക് അടിച്ചു കയറുന്നത് മൂലമാണ് പകൽ പോലും ആളുകൾക്ക് കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരുന്നത്. പണ്ട് കാർഷിക കലണ്ടറുകൾ നോക്കി കൃഷി ചെയ്തിരുന്ന മലയാളിക്ക് ഇന്ന് കാലാവസ്ഥ എന്നത് ഒരു പ്രഹേളികയായി മാറിയിരിക്കുകയാണ്. വൃശ്ചിക മാസത്തിലെ മഞ്ഞും മകരത്തിലെ കൊടും തണുപ്പും അതിൻ്റെ താളം തെറ്റിച്ചിരിക്കുന്നു. ഈ കടുത്ത കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യരംഗത്ത് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. താപനിലയിൽ ഇത്രയധികം വ്യതിയാനം വരുമ്പോൾ മനുഷ്യ ശരീരത്തിന് പെട്ടെന്ന് അതുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. ഇത് പ്രതിരോധശേഷിയെ ബാധിക്കുകയും പകർച്ചവ്യാധികൾ പടരാൻ കാരണമാവുകയും ചെയ്യുന്നു. പനി, ജലദോഷം, ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളിലും കാണാം. പണ്ട് സീസണൽ പനികൾ വന്നിരുന്ന കാലഘട്ടത്തിൽ നിന്നും മാറി വർഷം മുഴുവൻ രോഗാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ കൊടും ചൂടും തണുപ്പും കളി സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികളിലും പ്രായമായവരിലുമാണ് ഇതിൻ്റെ ആഘാതം കൂടുതൽ അനുഭവപ്പെടുന്നത്. പകൽ സമയത്തെ അത്യുഷ്ണം നിർജ്ജലീകരണത്തിന് കാരണമാകുമ്പോൾ പുലർച്ചെയുള്ള തണുപ്പ് അലർജി പ്രശ്നങ്ങളെയും ആസ്മയെയും രൂക്ഷമാക്കുന്നു. ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു എന്നത് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു. മാത്രമല്ല നമ്മുടെ ജലസ്രോതസ്സുകളെയും കൃഷികളെയും ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പകൽ സമയത്ത് കടുത്ത ചൂട് മണ്ണിലെ ഈർപ്പം വേഗത്തിൽ വറ്റിക്കുന്നു. സാധാരണ ജനുവരി മാസത്തിൽ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ കിണറുകളിലെ ജലനിരപ്പ് താഴാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്കും ഈ കാലാവസ്ഥ വിനയാകുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ഈർപ്പം കുറയുന്നതോടെ റബ്ബറിലകൾ പൊഴിയുന്ന പ്രക്രിയ നേരത്തെ ആവുകയും ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. കർഷകർക്കും ഇത് വലിയ തിരിച്ചടിയാണ്. പഴയ തലമുറയിലെ ആളുകൾ പറയുന്നതനുസരിച്ച് മുമ്പൊരിക്കലും ഇത്തരം ഒരു അവസ്ഥ ജനുവരിയിൽ കണ്ടിട്ടില്ല. ഡിസംബറിൽ തണുപ്പുണ്ടാകാറുണ്ടെങ്കിലും അത് മിതമായിരുന്നു. ഇപ്പോൾ അനുഭവപ്പെടുന്നത് മരുഭൂമികളിലെ പോലെ പകൽ പൊള്ളുന്ന ചൂടും രാത്രി തണുപ്പും എന്ന തീവ്ര അവസ്ഥയാണ്. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വനനശീകരണം, വയലുകൾ നികത്തൽ, അതുപോലെ പാറമടകളുടെ വ്യാപനം എന്നിവയെല്ലാം പ്രാദേശികമായ താപനില ഉയരുന്നതിന് കാരണമാകുന്നുണ്ട്. കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും കായലുകളും വയലുകളും നികത്തപ്പെട്ടത് അന്തരീക്ഷത്തിലെ സ്വാഭാവിക കൂളിംഗ് സംവിധാനത്തെ തകർത്തു. പശ്ചിമഘട്ടത്തിലെ വനമേഖലകളിൽ വരുന്ന മാറ്റങ്ങൾ കിഴക്കൻ കാറ്റിൻ്റെ സ്വഭാവത്തെയും സ്വാധീനിക്കുന്നു.
ചുരുക്കത്തിൽ നമ്മൾ പ്രകൃതിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ന് പ്രകൃതി തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആഗോള താപനത്തിൻ്റെ പ്രാദേശികമായ പ്രതിഫലനങ്ങളാണ് കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഈ അവസ്ഥ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. വരും വർഷങ്ങളിൽ കേരളത്തിലെ പകൽ താപനില റെക്കോർഡുകൾ ഭേദിക്കുമെന്നും ജലക്ഷാമം രൂക്ഷമാകാമെന്നും കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ പ്രതിഭാസത്തെ കേവലം ഒരു പത്രവാർത്തയായി മാത്രം കണ്ട് തള്ളിക്കളയാൻ നമുക്കാവില്ല. നമ്മുടെ വസ്ത്രധാരണത്തിലും അതുപോലെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക, പകൽ പുറത്തിറങ്ങുമ്പോൾ കൃത്യമായ മുൻകരുതലുകൾ എടുക്കുക, വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്യുക എന്നിവ അത്യന്താപേക്ഷിതമാണ്. ഈ തണുപ്പിനും ചൂടിനും ഇടയിൽ ഒരു വലിയ സന്ദേശമുണ്ട്. പ്രകൃതി അതിൻ്റെ താളം വീണ്ടെടുക്കാൻ നമ്മോട് അപേക്ഷിക്കുകയാണ്. ഹരിതഗൃഹ പ്രഭാവവും കാലാവസ്ഥാ വ്യതിയാനവും വെറും പാഠപുസ്തകങ്ങളിലെ വാക്കുകളല്ല, മറിച്ച് നമ്മുടെ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്ന പൊള്ളലാണെന്ന് നാം തിരിച്ചറിയണം. ഇനിയും പ്രകൃതിയെ കരുതലോടെ പരിഗണിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത് തീവ്ര കാലാവസ്ഥകളുടെ ഒരു പരീക്ഷണശാലയായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല. നാം ജാഗരൂകരാകുക. ഈ കാലാവസ്ഥാ മാറ്റങ്ങളെ ശാസ്ത്രീയമായും പ്രായോഗികമായും നേരിടാൻ സജ്ജരാകുക എന്നത് മാത്രമാണ് ഏക പോംവഴി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.